ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഫുട്ബോൾ 2025 നമ്മുടെ സ്ക്വാഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം, നേരത്തെ ഓൾറെഡി ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. സോ ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, സാബി അലോൺസോ ആണ് നമ്മുടെ മാനേജർ. മുമ്പേ വന്നിട്ടുള്ള 88 അഫിനിറ്റി വരുന്ന ക്വിക്ക് കൗണ്ടർ മാനേജറാണ്. ആക്സിലറേഷനാണ് ബൂസ്റ്റർ വരുന്നത്. നമുക്ക് ഗോൾ കീപ്പറുടെ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. സീമനാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ യൂസ് ചെയ്യാറ്. പിന്നെ വിക്ടോർ ബയ്യ, അതുപോലെ ലിവക്കോവിച്ച്. ഈ കാസിയസിനെ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, സ്റ്റിൽ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ സ്ക്വാഡിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് വേറെ ആരുമില്ല. ആസ് യു ക്യാൻ സി, ഡേ ആണ്. ഇടയ്ക്കൊന്ന് ഫോം ഡൗൺ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പുള്ളി നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ കാർഡിനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ റൈറ്റ് ബാക്ക് പൊസിഷനാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ കയ്യിൽ അധികം എപ്പിക് കാർഡ്സ് ഒന്നുമില്ല ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു അർണോൾഡിൻ്റെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് കാർഡാണ്. പക്ഷേ ഡിഫെൻസീവിൽ അത് അത്ര ബെറ്റർ അല്ലാത്തതുകൊണ്ടും പിന്നെ നല്ലൊരു ഡിഫെൻസീവ് ഫുൾ ബാക്ക് വേണമെന്നുള്ളതുകൊണ്ടും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൂണ്ടയുടെ കാർഡാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള കൂണ്ടയുടെ കാർഡും വളരെ നല്ല പെർഫോമൻസാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ബാക്കിലേക്ക് എനിക്ക് വേറെ ചോയ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് പോകാം. ലെഫ്റ്റ് ബാക്കിൽ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാലഫ്യൂരിയുടെ പ്ലെയർ ഓഫ് ദി കാർഡാണ്. ഒഫൻസീവ് ഫുൾ ബാക്കാണ്, പക്ഷേങ്കിൽ എനിക്ക് നല്ല പെർഫോമൻസ് തന്നിട്ടുള്ള ഒരു കാർഡാണ്. നല്ല ഇൻ്റർസെപ്ഷനും നല്ല പൊസിഷനിങ് അവയർനെസ്സും ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്ക് കളിക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ കാർഡ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു ബിൽഡപ്പ് സി ബി ആണ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലിപ്പോൾ ഒരുപാട് ബിൽഡപ്പ് സി ബിസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബസ്റ്റോണിനെയാണ്. അത്യാവശ്യം സ്പീഡുള്ള, ഏരിയയിൽ നല്ല ബാറ്റിൽ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു സെൻറ്റർ ബാക്ക് തന്നെയാണ് ബസ്റ്റോണി. കൂടാതെ ഇതിന് ഫോർട്രസ് സ്കില്ലും കൂടി വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ ഡെസ്ട്രോയർ സി ബി ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളിൽ പലരുടെയും സ്ക്വാഡിൽ മെയിൻ സാന്നിധ്യമായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ടോണി ആഡംസിൻ്റെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിലുള്ള പൊസിഷനിങ്ങും അത്യാവശ്യം സ്പീഡും പിന്നെ നല്ല ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉള്ള കാർഡാണ്. നിങ്ങളാരെങ്കിലും കളിപ്പിക്കാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും കളിപ്പിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അടുത്തത് ഈ ഒരു സ്ക്വാഡിലേക്ക് നമുക്കൊരു ആങ്കർമാൻ DMFനെയാണ് സെലക്ട് ചെയ്യാനുള്ളത്. നിങ്ങൾക്കിവിടെ ഏകദേശം ആരാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. വേറെ ആരുമല്ല, നമ്മുടെ ഷൗമിനിയുടെ ഈ ഒരു ഹൈലൈറ്റ് കാർഡാണ്. മിക്കവരുടെ സ്ക്വാഡിലുണ്ടാവും. എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ തന്നൊരു കാർഡ് തന്നെയാണ് ഈ ഒരു മാച്ച് പാസിൽ വന്ന ഈ ഒരു ഷൗമിനിയുടെ കാർഡ്. അതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നത്, നിങ്ങൾക്കിവിടെ കാണാൻ കുറേ കാർഡുകളുണ്ടെങ്കിലും നമ്മളൊരു ഓർക്കസ്ട്രേറ്ററാണ് ഇടാൻ പോകുന്നത്. ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ ഷോർട്ട് ടൈം കാർഡാണ് നമ്മൾ ഇടാൻ പോകുന്നത്. സാധാരണ ഞാൻ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ വെച്ചിട്ടാണ് കളിക്കാറ്. പക്ഷേ ഇത് കിട്ടിയ ശേഷം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു കാർഡാണ്. ഞാനൊരു ഓർക്കസ്ട്രേറ്റർ എന്നുള്ള പ്ലേയിങ് സ്റ്റൈലിൻ്റെ വലിയ ഫാനല്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ സ്ക്വാഡിൽ സ്ഥിരം സാന്നിധ്യമാണ് ഈ ഒരു ഡിയോങ്ങിൻ്റെ കാർഡ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കാണ്ടയുടെ ആ ഒരു ബോക്സ് ടു ബോക്സ് കാർഡ് ഇറക്കാറുണ്ട്. അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യു ക്യാൻ സി AMF ആണ്. AMFൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്നൈഡറിൻ്റെ കാർഡ്. ആദ്യം എടുത്തതിൽ കുറച്ച് റിഗ്രറ്റ് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചു തന്നൊരു കാർഡാണിത്. വളരെ മികച്ച ഒരു പെർഫോമൻസ് എനിക്കിപ്പോൾ ഈ സ്ക്വാഡിൽ ഈ ഒരു കാർഡ് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ നോക്കുക. സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ, ഇല്ലാത്തവർ കളിപ്പിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും കിടിലൻ കാർഡാണ് ഈ ഒരു സിംഗിൾ ബൂസ്റ്റർ കാർഡ്. അടുത്തത് നമുക്ക് ലെഫ്റ്റ് ഫോർവേഡിലേക്ക്, ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ എനിക്ക് വേറെ ഡൗട്ടൊന്നുമില്ല, നെയ്മറിൻ്റെ ഈ ഒരു ബിഗ് ടൈം കാർഡ് തന്നെയാണ് എൻ്റെ ലെഫ്റ്റ് വിങ് ഫോർവേഡിൽ വരുന്നത്. ഈ കാർഡിനെ പറ്റി ഇപ്പോഴും രണ്ട് അഭിപ്രായമുണ്ട് പലർക്കും. എപ്പിക് കാർഡിൻ്റെ അത്ര പോരാ എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു കാർഡാണ് നെയ്മറിൻ്റെ ഈ ഒരു കാർഡ്. അടുത്തത് നമുക്ക് റൈറ്റ് വിങ് ഫോർവേഡിലേക്ക് പോവാം. ഈ ഒരു പൊസിഷനിലേക്ക് അതേ പാക്കിൽ നിന്ന് ഞാൻ അടുത്ത ലാമിൻ യമാലിൻ്റെ ഈ ഒരു എപ്പിക് കാർഡാണ്. ഈ ഒരു കാർഡ് വളരെയധികം എഫക്റ്റീവാണ് ഈ ഒരു സ്ക്വാഡിൽ. കാരണം ഭയങ്കര സ്പീഡിയാണ്, ഭയങ്കര ഡ്രിബിൾ ചെയ്ത് കളിക്കാൻ ഭയങ്കര സുഖമുള്ളൊരു കാർഡാണ്. ഇതിൽ ബാക്കി വരുന്ന കാർഡ്സൊക്കെ ഞാൻ കളിപ്പിക്കാറുണ്ടെങ്കിൽ പോലും യമാൽ തന്നെയാണ് എൻ്റെ മെയിൻ സ്ക്വാഡിൽ വരാറ്. ഫൈനലി നമുക്ക് സെൻറ്റർ ഫോർവേഡ് ആരാന്നുള്ളത് നോക്കാം.
ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഒരുപാട് സെൻറ്റർ ഫോർവേഡ്സ് ഉണ്ടെങ്കിലും എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഫോർലാൻ്റെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ എപ്പിക് കാർഡാണ്. സ്റ്റണ്ണിങ് ഷോട്ടും നോർമൽ ഷോട്ടും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യും. പിന്നെ ഹെഡർ അത്യാവശ്യമൊക്കെ എന്ന് വെച്ചാൽ OP ആയിട്ടുള്ള ഹെഡിങ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട രീതിക്കൊക്കെ ഹെഡിങ് ഒക്കെ സ്കോർ ചെയ്യുന്ന നല്ലൊരു കാർഡ് തന്നെയാണ് ഫോർലാൻഡ് ഈ ഒരു കാർഡ്. പിന്നെ ഇതിന് സൂപ്പർ സബായിട്ട് ഞാനിവിടെ ഓവൻ്റെ കാർഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് 2025 എൻ്റെ അൾട്ടിമേറ്റ് ടീം. പിന്നെ ഇതിൽ ഈ കാണുന്ന മിക്ക കാർഡ്സും ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് അല്ലാതെയൊക്കെ യൂസ് ചെയ്യുന്ന കാർഡുകളാണ്. എന്നാലും എൻ്റെ ഒരു ടോപ്പ് 11 എന്ന് പറയുന്നത് ഈ പറയുന്ന കാർഡുകളൊക്കെ തന്നെയാണ്. സോ നിങ്ങളുടെ ബെസ്റ്റ് 11 ഏതാ, അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ ഏതാണെന്നൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഏതായാലും നാളെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. സോ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.